അതൊരു കൈക്കൂലി എന്ന് പറയാൻ പറ്റൂല. ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് വരുന്നുണ്ട്. നീ 2 മാസം ബാക്കിയുള്ളൂ. ഇതൊരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കുക. ഇതുവരെ എവിടെ പോയിരുന്നതൊക്കെ. സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചാ വിഷയമാണ്. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കേൾക്കാം. എല്ലാ കൊല്ലം സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇതിന് മാത്രം കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതൊരു കൈക്കൂലി എന്ന് പറയാൻ പറ്റൂല. ഒന്നും സർക്കാർ കായില്ലാത്തതുകൊണ്ടാണ് ഈ പ്രാവശ്യം 2 മാസം കൊടുത്തില്ലേ. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ തോന്നിയേക്കും ഒന്നിച്ച് തരണമെന്നുള്ളത്, അതുകൊണ്ട് അയാൾ തന്നിരിക്കും. അതിന് നമ്മൾ കുറ്റമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. ഓല് കുറേ കൊടുക്കും, കുറേ നിർത്തി വെക്കും, അങ്ങനെയൊക്കെ നിർത്തി വെക്കും. ചിലപ്പോൾ കിട്ടും, ചിലപ്പം കൊടുക്കില്ല. 2-3 മാസത്തൊക്കെ അങ്ങനെയാണ്. ഇലക്ഷൻ കഴിഞ്ഞാലും പിന്നെ വീണ്ടും ഒരു തുടരുവയ്ക്കാനും മിക്കവാറും. ഒരു കുഴപ്പമില്ല, കറക്റ്റായിട്ട് വരുന്നുണ്ട്. നീ 2 മാസം ബാക്കിയുള്ളൂ. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. പെൻഷൻ കൈക്കൂലി കൊടുക്കുകയാണല്ലേ, ആള് പിടിച്ചാലേ അത് കിട്ടിയത് ഇലക്ഷൻ പ്രമാണിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അതല്ല, അത് സാധാരണ തരുന്നത് തന്നെയാണ്. ഇലക്ഷൻ പ്രമാണിച്ചോണ്ട് ആ മൂപ്പര് കിട്ടിയത് അല്ല കിട്ടിയത് അല്ലാതല്ല. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്ന ശേഷമാണ് അത്തരം വിവരങ്ങളൊക്കെ വരുന്നത്. ഇതുവരെ അതെവിടെ പോയിരുന്നു. ഞാനടക്കം പെൻഷൻ കിട്ടാൻ താമസിച്ച ആൾപ്പെട്ടതാണ്. ഇതൊരു സുപ്രഭാതത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കുക. ഇതുവരെ എവിടെ പോയിരുന്നതൊക്കെ അതൊക്കെ സത്യമല്ലേ. ആരായാലും 9 വർഷമായിട്ട് പിണറായി വിജയൻ കൊടുത്തു കൊടുക്കണല്ലേ. അത് സാധാരണയായിട്ട് തരുന്നതാണ്. 1 മാസം കുടിശ്ശികയും തന്നു, 1 മാസം ഇപ്പം തന്നു. ഇനിയിപ്പോൾ 10-ാം തീയതി വരുന്നുണ്ട് പറഞ്ഞു. അത് പിണറായിൻ്റെ ഒരു കഴിവ് തന്നെയാണ്. പാർട്ടിക്കാരല്ലേ, പാർട്ടിക്കാർ പലതും പറയും. നമ്മൾ നിൽക്കണില്ല, നമ്മൾ ഉറച്ച് നിൽക്കുന്ന എൻ്റെ തീരുമാനം. ആദ്യമേ കൊടുത്തും കൊണ്ടുണ്ട്. അങ്ങനെ കുടിശ്ശിക തീർത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തരുന്നതല്ലേ. ഇലക്ഷൻ എടുക്കുമ്പോൾ ഇങ്ങനെ തരുന്നുള്ള എന്തെങ്കിലും ഒരു സംശയം തോന്നുന്നുണ്ടോ? ഇല്ല, പെരുന്നാളിന് തരേണ്ട ഇതാണ് ഇപ്പം തന്നത്, അല്ലാതെ ഇലക്ഷൻ അടുപ്പിച്ചിട്ട് തന്നതല്ല. അത് പാസ്സാക്കിയിട്ടല്ലേ, അത് ആദ്യം തന്നെ പ്രഖ്യാപിച്ചതല്ലേ, അത്രേ ഉള്ളൂ. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് ജനങ്ങൾക്ക് അത് മൂപ്പർക്ക് അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞ. നിലമ്പൂരെ ഇലക്ഷന്റെ മൊത്തത്തിലുള്ളൊരു പൾസ് എങ്ങനെയാ? നല്ല പരിപാടിയാണ്, നല്ല ദമ്മായ മത്സരങ്ങളാണ്. എല്ലാ കാലം പോയ ആൾക്ക് തന്നെ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. ഇപ്പോൾ ജയം തോൽവിയൊക്കെ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് നമുക്കൊന്നും പറയാനില്ല. ആര് ജയിച്ചാലും ആര് തോറ്റാലും നിലമ്പൂരിനെ സംബന്ധിച്ച് നല്ലൊരു ഭരണം അവർ കാഴ്ചവെക്കണം, ഏത് സ്ഥാനാർത്ഥി ജയിച്ചാലും.